Hello dear students, in the last video we discussed about what is a digital image, what is a digital image processing, what are the fundamental steps involved in a digital image processing, then how to represent the digital image internally. In this video we are going to discuss about an important topic, basic relationship between the pixels, that is some general terms regarding the relationship between the pixels. Okay, the first one is neighboring of a pixels, neighbors of a pixels. ഓക്കെ, നമ്മളൊരു പിക്സൽ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, പിക്സൽ മീൻസ് എന്താണ്, ഒരു ഇമേജ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇമേജിനെ നമുക്ക് ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ഫോമാറ്റിൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഫിൽ ചെയ്തായിരിക്കും. സോ ഇതിൽ ഓരോന്നും ഓരോ പിക്സൽസ് ആയിരിക്കും. നമുക്കിപ്പോൾ ഇങ്ങനൊരു ഇമേജ് വരയ്ക്കുവാണെങ്കിൽ, ഓക്കെ, ഇങ്ങനൊരു ഇമേജ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഓരോന്നും ഓരോ പിക്സൽസ് ആയിരിക്കും ഈ ഒരു സിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു പിക്സൽ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, അക്കോർഡിംഗ് ടു കോർഡിനേറ്റ് വാല്യൂസ് ദാറ്റ് പിക്സൽ ഈസ് defined as xy. So here this is a p xy. ഓക്കെ, ഇനി ഇതിന് വേർട്ടിക്കലായിട്ട് രണ്ട് നൈബേഴ്സും ഹൊറിസോണ്ടലായിട്ട് രണ്ട് നൈബേഴ്സും. സോ ടോട്ടലി 4 വേർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ നൈബേഴ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് ലെഫ്റ്റിലും റൈറ്റിലും രണ്ട് ഹൊറിസോണ്ടൽ നൈബേഴ്സും ടോപ്പിലും ബോട്ടത്തിലും രണ്ട് വേർട്ടിക്കൽ നൈബേഴ്സും കാണും. അതിൻ്റെ പിക്സൽ വാല്യൂസ് അല്ലെങ്കിൽ കോർഡിനേറ്റ് വാല്യൂസ് എന്ന് പറയുന്നത്, ലെഫ്റ്റിലുള്ളത് x-1y, റൈറ്റിലുള്ളത് x+1y, ടോപ്പിലുള്ളത് xy-1, ദെൻ ബോട്ടത്തിലുള്ളത് xy+1. നമ്മൾ പിക്സൽസിൻ്റെ കോർഡിനേറ്റ് സിസ്റ്റം ഈ ഒരു ഫോമിലാണ് എഴുതുന്നത്. ദാറ്റ് ഈസ് ദിസ് ഈസ് x, ദിസ് ഈസ് y. എക്സിൻ്റെ വാല്യൂ 0 to 1, 0 to ഇൻക്രീസ് ചെയ്യും. ദെൻ വൈയുടെ വാല്യൂ 0 to ഇൻക്രീസ് ചെയ്യും. ഡൗൺവേർഡ്സ് ആണ് വൈയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത്. സോ നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിക്സൽ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ലെഫ്റ്റിലും അല്ലെങ്കിൽ റൈറ്റിലും ടോപ്പിലും ബോട്ടത്തിലുമായിട്ട് വരുന്ന, അതായത് രണ്ട് ഹൊറിസോണ്ടൽ രണ്ട് വേർട്ടിക്കൽ നൈബേഴ്സിനെയാണ് നമ്മൾ 4 നൈബേഴ്സ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് N4 of P. N4 of P മീൻസ് പിയുടെ 4 നൈബേഴ്സ് 1, 2, 3 and 4. ഓക്കെ, so a pixel P at coordinates xy has 4 horizontal and vertical neighbors whose coordinates are given by x+1y, x-1y, xy+1, xy-1. This set of paths pixels are called 4 neighbors of P and it is denoted as N4 of P, and each pixel is 1 unit distance from xy. ഓരോ പിക്സലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്. നെക്സ്റ്റ്, ഇപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കലി 4 നൈബേഴ്സിനെ പറ്റി പറഞ്ഞു. ഇനി നമ്മുടെ ഒരു പിക്സലിന് ഡയഗണലായിട്ട് 4 നൈബേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് കൺസിഡർ എ പിക്സൽ, ദെൻ ടോപ്പ് ലെഫ്റ്റ് കോർണറിലോ നൈബറുണ്ട് x-1, y-1, ടോപ്പ് റൈറ്റ് കോർണറിൽ x+1, y-1, ദെൻ ബോട്ടം ലെഫ്റ്റിൽ x-1, y+1, ബോട്ടം റൈറ്റിൽ x+1, y+1. ഓക്കെ, സോ ഈ 4 നൈബേഴ്സിനെയാണ് നമ്മൾ 4 ഡയഗണൽ നൈബേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ND of P. പിയുടെ 4 ഡയഗണൽ നൈബേഴ്സ്. Okay, so 4 diagonal neighbors of P have coordinates x+1, y+1, x+1, y-1, x-1, y+1, x-1, y-1, and is denoted as ND of P. Okay, so N4 of P and ND of P, അതായത് 4 horizontal and vertical നൈബേഴ്സും 4 diagonal എലമെൻറ്റ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് നൈബേഴ്സ് എന്ന് പറയുന്നത് 8 ആണ്, വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് 8 നൈബേഴ്സ് ഓഫ് P, ദാറ്റ് ഈസ് N8 of P. ഓക്കെ, സോ നമ്മുടെ ഹൊറിസോണ്ടൽ വേർട്ടിക്കൽ നൈബേഴ്സ് N4 of Pയും ദെൻ 4 ഡയഗണൽ നൈബേഴ്സ് ND of Pനെയും കൂടെ സം ചെയ്ത് ഒരു പിക്സലിന് ചുറ്റും വരുന്ന സറൗണ്ട് ചെയ്ത് വരുന്ന 8 നൈബേഴ്സിനാണ് നമ്മൾ 8 നൈബേഴ്സ് ഓഫ് P എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദീസ് ഓൾ അബൌട്ട് നൈബേഴ്സ് ഓഫ് P. സോ ദിസ് ഈസ് P ആൻഡ് ദിസ് 4 as N4 ആൻഡ് ദിസ് 4 as ND. ഓക്കെ, സോ 4 നൈബേഴ്സ്, 4 horizontal and vertical neighbors, 4 diagonal neighbors. അപ്പം ഹൊറിസോണ്ടൽ വേർട്ടിക്കൽ നൈബേഴ്സിനെ നമുക്ക് 4 നൈബേഴ്സ് എന്ന് പറയും, ഡയഗണൽ നൈബേഴ്സിനെ 4 ഡയഗണൽ നൈബേഴ്സ് എന്ന് പറയും, ടോട്ടലി 8 നൈബേഴ്സ്. ദെൻ നെക്സ്റ്റ് ടേം ഈസ് അഡ്ജസൻസി ആൻഡ് കണക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് പിക്സൽസിനെ അഡ്ജസൻ്റ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അഡ്ജസൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റൻസിറ്റി വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ അഡ്ജസൻസിയും അതുപോലെ കണക്ടിവിറ്റിയും ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഇൻറ്റൻസിറ്റി വാല്യൂ സെലക്ട് ചെയ്യും. അതിന് V എന്ന് പറയുന്ന സെറ്റായിട്ട് ഡിഫൈൻ ചെയ്യും. ദാറ്റ് മീൻസ് ബൈനറി ഇമേജിൻ്റെ കേസിൽ നമുക്ക് രണ്ട് ഇൻറ്റൻസിറ്റി വാല്യൂസ് ആണുള്ളത്, 0 and 1. ഓക്കെ, അപ്പോൾ
വി ഈക്വൽ ടു 0 ആണെങ്കിൽ ദാറ്റ് മീൻസ് നമ്മൾ എടുക്കുന്ന പിക്സൽസിനെ അഡ്ജസൻ്റ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ എല്ലാം വാല്യൂസ് 0 ആയിരിക്കണം. ദെൻ വി ഈക്വൽ ടു 1 മീൻസ് നമ്മൾ എടുക്കുന്ന പിക്സൽസ് അഡ്ജസൻ്റ് ആവണമെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി 1 ആയിരിക്കണം. മോസ്റ്റ് ഓഫ് ദ കേസസ് വി ഈക്വൽ ടു 1 ആണ് എടുക്കുന്നത്. സോ അതായത് 1 വാല്യൂ വരുന്ന പിക്സൽസിനെയാണ് നമ്മൾ അഡ്ജസൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 1 വരുന്ന എല്ലാവരും അഡ്ജസൻ്റ് എന്നുള്ള പറയുകയല്ല നമ്മൾ ചെയ്യുന്നത്. ഹിയർ 3 ടൈപ്സ് ഓഫ് അഡ്ജസൻസി ഉണ്ട്. ഓക്കെ, അപ്പോൾ ബൈനറി ഇമേജിൻ്റെ കേസിലാണ് നമ്മൾ 0 അല്ലെങ്കിൽ 1 ഇൻറ്റൻസിറ്റി വാല്യൂ വി ആയിട്ട് എടുക്കുന്നത്. ഗ്രേ സ്കെയിൽ ഇമേജിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് വരും, 180 അപ് ടു 200. അതുപോലെ ഇൻറ്റൻസിറ്റി വാല്യൂസ് കളർ ഇമേജിൻ്റെ കേസിലാണെങ്കിൽ 0 to 255 വരെയുള്ള 260 വാല്യൂസും വരാം. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബൈനറി ഇമേജിൻ്റെ കേസാണ്. ബൈനറി ഇമേജിൻ്റെ കേസിൽ ഇൻറ്റൻസിറ്റി വാല്യൂസ് 0 and 1 ആണ് വരുന്നത്. സോ വി എന്ന് പറയുന്നത് 1 or 0 ആയിരിക്കും. So let V be a set of intensity values used to define adjacency and connectivity. In the case of a binary image V equal to 1, this V equal to 1 is used to refer the adjacency of pixels in the case of binary image. Okay, so 3 types of adjacency under 4 adjacency, 8 adjacency, M adjacency or mixed adjacency. Okay, 4 adjacency means consider 2 pixels P and Q with values from V are said to be 4 adjacent if Q is in the set N4 of P. നമ്മൾ പിയും ക്യൂവും 2 പിക്സൽസ് എടുക്കുകയാണെങ്കിൽ അതിനെ 4 അഡ്ജസൻറ്റ് എന്ന് പറയണമെങ്കിൽ ഈ പിൻ്റെ വാല്യൂവും ക്യൂവിൻ്റെ വാല്യൂവും 1 ആയിരിക്കണം. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. ദ സെക്കൻഡ് കണ്ടീഷൻ ഈസ് 4 അഡ്ജസൻറ്റ് മീൻസ് പിയുടെ N4P എന്ന് പറഞ്ഞാൽ എന്താ, പിയുടെ 4 നൈബേഴ്സ് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ നൈബേഴ്സിൽ വരുന്ന ആളായിരിക്കണം ക്യൂ. മനസ്സിലായോ? 2 പേര് 4 അഡ്ജസൻറ്റ് എന്ന് പറയണമെങ്കിൽ 2 പേരുടെയും ഇൻറ്റൻസിറ്റി വാല്യൂ വിയിൽ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഫോർ വി ഈക്വൽ ടു 1 ആണെങ്കിൽ 2 പേരുടെയും ഇൻറ്റൻസിറ്റി വാല്യൂ സെയിം ആയിരിക്കണം. അതുപോലെ ഫസ്റ്റ് പിക്സലിൻ്റെ 4 നൈബേഴ്സിലെ ഒരാളായിരിക്കണം ക്യൂ. ദെൻ സെക്കൻഡ് വൺ 8 അഡ്ജസൻറ്റ്. 8 അഡ്ജസൻറ്റ് മീൻസ് 2 പിക്സൽസ് 8 അഡ്ജസൻറ്റ് ആയിരിക്കണമെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി വാല്യൂ സെയിം ആയിരിക്കണം. അതുപോലെ ഫസ്റ്റ് ആളുടെ 8 നൈബേഴ്സിൽ വരുന്ന ഒരാളായിരിക്കണം ക്യൂ. പിയുടെ 8 നൈബേഴ്സിൽ വരുന്ന ഒരാളായിരിക്കണം ക്യൂ. സോ 4 adjacency means 2 pixels P and Q with values from V are 4 adjacent if Q is in the set N4 of P. 8 adjacency means 2 pixels P and Q with the values from V are 8 adjacent if Q is in the set N8 of P. For example, okay, consider an example. This is P, okay, and consider this is Q. Then this is Q, this is Q. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് പി. ഇനി നമ്മൾ ആദ്യത്തെ ക്യൂ ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ, അതിൻ്റെ രണ്ടിൻ്റെയും ഇൻറ്റൻസിറ്റി വാല്യൂ 1 ആണ്. നമ്മൾ V1 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും ഇൻറ്റൻസിറ്റി വാല്യൂ 1 ആണ്. അതുപോലെ ക്യൂ എന്ന് പറയുന്നത് പിയുടെ 4 നൈബേഴ്സിൽ വരുന്ന ഒരാളാണ്. സോ പി ആൻഡ് ക്യൂ ആർ 4 അഡ്ജസൻറ്റ്. ഇനി നമ്മൾ ഈ പിയും ഈ ക്യൂ എടുക്കുകയാണെങ്കിൽ ഇവിടെ 0 ആണ്. പിയും ക്യൂ എടുക്കുകയാണെങ്കിൽ ഇൻറ്റൻസിറ്റി വാല്യൂ സെയിം അല്ല. 4 നൈബറിൽ വരുന്ന ആളാണ് ക്യൂ, പക്ഷേ ഇൻറ്റൻസിറ്റി വാല്യൂ സെയിം അല്ലാത്തത് ഇത് രണ്ടും 4 അഡ്ജസൻറ്റ് അല്ല. ദെൻ ദിസ് പി ആൻഡ് ക്യൂ എടുക്കുമ്പോൾ അവിടെ ഇൻറ്റൻസിറ്റി വാല്യൂ ഡിഫറെൻ്റ് ആണ്. 8 നൈബേഴ്സിൽ വരുന്ന ഒരാളാണ്, പക്ഷേ ഇൻറ്റൻസിറ്റി വാല്യൂ ഡിഫറെൻ്റ് ആയതുകൊണ്ട് അത് 8 അഡ്ജസൻറ്റ് അല്ല. ദെൻ ദിസ് പി ആൻഡ് ദിസ് ക്യൂ, ദിസ് വൺ, ഇതിനെ ക്യൂ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ഇവിടെ ക്യൂ എന്ന് പറയുന്നത് വാല്യൂ രണ്ടും സെയിം ആണ്. അതുപോലെ 8 നൈബേഴ്സിൽ വരുന്ന ഒരാളാണ്. സോ ഇത് രണ്ടും എന്താണ്, 8 അഡ്ജസൻറ്റ് ആണ്. സോ ഇത് നമ്മൾ പി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും 4 അഡ്ജസൻ്റ് ആണ്. ദെൻ ഇത് രണ്ടും 4 അഡ്ജസൻ്റ് ആണ്. ഇത് രണ്ട് 4 അഡ്ജസൻ്റ് ആണ്. ഇത് രണ്ട് 4 അഡ്ജസൻ്റ് അല്ല. ഇനി 8 അഡ്ജസൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും 8 അഡ്ജസൻ്റ് ആണ്. ഇത് രണ്ട് 8 അഡ്ജസൻ്റ് ആണ്. ഇത് രണ്ടും 8 അഡ്ജസൻ്റ് ആണ്. ഇത് രണ്ട് 8 അഡ്ജസൻ്റ് ആണ്. റിമൈനിങ് എല്ലാം വാല്യൂസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് 8 അഡ്ജസൻ്റ് അല്ല. The next is M adjacency, that is a mixed adjacency.
So, two pixels P and Q with values are from V are M adjacent. M adjacent രണ്ട് പിക്സൽസ് M adjacent എന്ന് പറയണമെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെ വാല്യൂസ് സെയിം ആയിരിക്കണം. അതൊരു കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ Q ഈസ് ഇൻ N4P ഓർ Q ഈസ് ഇൻ NDP. അതായത് നമ്മൾ സെക്കൻഡ് എടുക്കുന്ന Q എന്ന് പറയുന്നത് Pയുടെ 4 നൈബേഴ്സോ അല്ലെങ്കിൽ 8 നൈബേഴ്സിലോ വരുന്നുള്ള ആളായിരിക്കണം. ദെൻ ദ മെയിൻ കണ്ടീഷൻ ഈസ് N4P intersection N4Q has no pixels whose values are from V. N4P and N4Q അതായത് പിയുടെയും ക്യൂവിൻ്റെയും വാല്യൂ സെയിം ആയിരിക്കണം. പിയുടെ 4 നൈബറോ 8 നൈബറോ ആയിരിക്കണം ക്യൂ. ഇനി ഈ പിയുടെയും ക്യൂവിൻ്റെയും 4 നൈബറിൽ കോമൺ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഇൻറ്റൻസിറ്റി വാല്യൂ ഈ വിയിൽ വരുന്നതായിരിക്കരുത്. N4P and N4Q ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ദാറ്റ് മീൻസ് നൈബേഴ്സ് ഓഫ് പിയും നൈബേഴ്സ് ഓഫ് ക്യൂയിലും ഇൻ്റർസെക്ഷൻ മീൻസ് രണ്ടിൻ്റെ നൈബേഴ്സ് കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹാസ് നോ പിക്സൽസ് ഹൂസ് വാല്യൂസ് ആർ ഫ്രം ബി. അതായത് പിൻ്റെയും ക്യൂവിൻ്റെയും കോമൺ നൈബേഴ്സിന് എന്തുണ്ടായിരിക്കരുത്, ഇൻറ്റൻസിറ്റി വാല്യൂ വി ആയിരിക്കരുത് വരുന്നത്. ഓക്കെ, സോ ദിസ് M adjacency or mixed adjacency. So mixed adjacency, it's a modification of 8 adjacency, and it is introduced to eliminate the ambiguities that often arise when 8 adjacencies are used. For example, first is the arrangement of pixels, then second നമ്മൾ ഡാഷ് ലൈനായിട്ട് കാണിച്ചേക്കുന്ന എല്ലാം എന്താണ്, 8 adjacents ആണ്. this one 8 adjacent, this one എല്ലാം 8 adjacent ആണ്. ഇനി സെക്കൻഡ് ഈ ഒരു അറേഞ്ച്മെൻറ്റ് നോക്കുമ്പോൾ ഇവിടെ E1ഉം E1ഉം നോക്കുമ്പോൾ വാല്യൂ സെയിം ആണ്. ഇതാണ് P എങ്കിൽ ഇത് Q ആണെങ്കിൽ എന്താ, അവരുടെ രണ്ടിൻ്റെയും കോമൺ ആയിട്ടുള്ള നൈബേഴ്സ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് വരുന്ന നൈബേഴ്സ് ഒന്നും ഇല്ല. സോ പ്രോബ്ലം ഇല്ല, M adjacent ആണ്. ഇനി ഈ രണ്ട് വാല്യൂസ് നോക്കുമ്പോൾ അവർക്കും കോമൺ ആയിട്ട് വരുന്ന N4 നൈബേഴ്സ് ഒന്നുമില്ല. സോ നോ പ്രോബ്ലം. ദെൻ ദിസ് വൺ ആൻഡ് ദിസ് വൺ ഇത് പിയും ഇത് ക്യൂ ആണ്. അപ്പോഴും എന്താണ്, പിയും ക്യൂയും എടുക്കുമ്പോൾ ഇവരുടെ രണ്ടിൻ്റെ വാല്യൂ സെയിം ആണ്. ഇതിന് കോമൺ ആയിട്ട് വരുന്ന 4 നൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതുമുണ്ട്. അവിടെ രണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി വാല്യൂ എന്താ, 1 അല്ല 0 ആണ്. സോ ഇവർ രണ്ടുപേരും നമുക്ക് M adjacent എന്ന് പറയാം. ഓക്കെ, ദെൻ ദിസ് വണ്ണും എടുക്കുമ്പോൾ അവർക്ക് കോമൺ ആയിട്ട് വരുന്ന നൈബർ ഇതാണ്. ബട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി വാല്യൂ നമ്മൾ വിയിൽ പറഞ്ഞിട്ടുള്ള 1 ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് M adjacent. ഓക്കെ, അതുപോലെ M adjacencyയുടെ കേസിൽ 2 പിക്സൽസിനിടയ്ക്ക് ഒരൊറ്റ പാത്ത് മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ 8 adjacencyയുടെ കേസിൽ 2 പിക്സൽസിനിടയ്ക്ക് മൾട്ടിപ്പിൾ പാത്ത് കാണും. In this example, we can note that to connect between 2 pixels, that is to finding a path between 2 pixels. In the case of 8 adjacency, we can find multiple path between 2 pixels, but in the case of M adjacency, we can find only one path between 2 pixels. For example, P 2 പിക്സൽസും 8 കണക്റ്റഡ് ആണ്. ഇങ്ങനൊരു പാത്തും ഉണ്ട്. ദെൻ ഈ 2 പിക്സൽസും 8 കണക്റ്റഡ് ആണ്, ബട്ട് M കണക്റ്റഡ് ആണ്. പക്ഷേ അവിടെ ഒരു പാത്ത് മാത്രമേ ഉള്ളൂ. അതുപോലെ എന്താ, ഈ 2 പിക്സൽസ് നമുക്ക് M കണക്റ്റഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, അവിടെ മൾട്ടിപ്പിൾ പാത്ത് വരുന്നുണ്ട്. സോ 8 കണക്റ്റഡിൻ്റെ കേസിൽ 2 പിക്സൽസിനിടയ്ക്ക് ഒരു ഒറ്റ പാത്ത് മാത്രമേ വരൂ. മൾട്ടിപ്പിൾ പാത്ത് വരും. M കണക്റ്റഡിൻ്റെ കേസിൽ 2 പിക്സൽസിനും ഇടയ്ക്ക് ഒരു ഒറ്റ പാത്ത് മാത്രമേ വരൂ. ഓക്കെ, സോ 3 types of adjacency: 4 adjacency, 8 adjacency, M adjacency. 4 adjacency means രണ്ടുപേരും 4 adjacent or 8 adjacent ആയിരിക്കണമെങ്കിൽ ഇൻറ്റൻസിറ്റി വാല്യൂ സെയിം ആയിരിക്കണം. അതുപോലെ സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് Q എന്ന് പറയുന്ന പിക്സൽ 4 adjacent ആവണമെങ്കിൽ അത് പിയുടെ N4 നൈബറിൽ വരെ ഉള്ള ആളായിരിക്കണം. 8 adjacent ആയിരിക്കണമെങ്കിൽ Q പിയുടെ 8 നൈബേഴ്സിൽ വരുന്ന ആളായിരിക്കണം. ഓക്കെ, ദെൻ മിക്സഡ് അഡ്ജസൻസി മീൻസ് രണ്ടിൻ്റെയും ഇൻറ്റൻസിറ്റി വാല്യൂ സെയിം ആയിരിക്കണം. ദെൻ രണ്ടിൻ്റെയും ഈ Q എന്ന് പറയുന്നത്
പിയുടെ 4 നൈബറോ അല്ലെങ്കിൽ 8 നൈബറോ ആയിരിക്കണം. ദെൻ ദ മെയിൻ കണ്ടീഷൻ ഈസ് രണ്ടിൻ്റെയും കോമൺ നൈബേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഇൻറ്റൻസിറ്റി വാല്യൂ ആയിരിക്കരുത്. അതുപോലെ 8 അഡ്ജസൻസിയുടെ കേസിൽ 2 പിക്സൽസിനിടയ്ക്ക് മൾട്ടിപ്പിൾ പാത്ത് കാണും. ബട്ട് ഇൻ ദ കേസ് ഓഫ് മിക്സഡ് ഓർ എം അഡ്ജസൻസി 2 പിക്സൽസിനിടയ്ക്ക് ഒരു സിംഗിൾ പാത്ത് മാത്രമേ കാണൂ. ദെൻ നെക്സ്റ്റ് ഈസ് ഡിജിറ്റൽ പാത്ത്. ഓക്കെ, ഡിജിറ്റൽ പാത്ത് മീൻസ് 2 പിക്സൽസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ 2 പിക്സൽസിനിടയ്ക്കും ഒരു ഡിജിറ്റൽ പാത്ത് മീൻസ് 2 പിക്സൽസിനിടയ്ക്കും ഒരു സീക്വൻസ് ഓഫ് പിക്സൽസ് കാണും. ആ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള സീക്വൻസ് ഓഫ് പിക്സൽസ് എല്ലാം അഡ്ജസൻ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് സെയിം വാല്യൂ ആയിരിക്കും. ദെൻ 4 അഡ്ജസൻറ്റോ അല്ലെങ്കിൽ 8 അഡ്ജസൻസോ ആയിരിക്കും. അപ്പോൾ നമ്മൾ എടുക്കുന്ന 4 അഡ്ജസൻ്റ് ആണോ 8 അഡ്ജസൻ്റ് ആണോ അതിനെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ എം അഡ്ജസൻ്റ് ആണോ അതിനെ ബേസ് ചെയ്ത് ഈ പറയുന്ന ഡിജിറ്റൽ പാത്തിനെ നമുക്ക് 4 പാത്തെന്നോ 8 പാത്തെന്നോ എം പാത്തെന്നോ ഒക്കെ പറയാം. ഓക്കെ, അപ്പോൾ 2 പിക്സൽസ് നമ്മൾ എടുക്കുമ്പോൾ പി ക്യൂ എന്ന് പറഞ്ഞ് 2 പിക്സൽസ് എടുക്കുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു പിക്സൽ. അപ്പോൾ ആ പിക്സലിനിടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനൊരു പാത്ത് കാണാം. അപ്പോൾ ഈ പിക്സൽ ദിസ് വൺ ഈ പിക്സൽസ് എല്ലാം അതിൻ്റെ ഡിജിറ്റൽ പാത്തിൽ വരുന്നതായിരിക്കും. ദെൻ ആ പാത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൽ ഫസ്റ്റ് പിക്സൽ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പിക്സലും ലാസ്റ്റ് പിക്സൽ എന്ന് പറയുന്നത് നമ്മുടെ എൻഡിങ് പിക്സലും ആയിരിക്കും. അതിനിടയ്ക്കുള്ള പിക്സൽസ് എല്ലാം അഡ്ജസൻ്റ് ആയിരിക്കും. എം അഡ്ജസൻറ്റോ 4 അഡ്ജസൻറ്റോ അല്ലെങ്കിൽ 8 അഡ്ജസൻറ്റോ ആയിരിക്കും. So digital path or curve from pixel P with coordinates xy to pixel Q with coordinates st is a sequence of distant pixels with the coordinate value x0, y0, x1, y1 up to xn, yn, where x0, y0 that is the starting pixel in the digital path is the P, xy, and the last pixel in the digital path xn, yn equal to Q, that is st, and the pixels intermediate pixels are xi and ya, and xi minus 1, ya minus are adjacent. Then the total length of the path is n. ആ പാത്തിൽ എത്ര പിക്സൽസ് ഉണ്ടോ അതിനെയാണ് ലെങ്ത് ഓഫ് ദ പാത്ത് എന്ന് പറയുന്നത് n കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ഇഫ് x0, y0 ഈക്വൽ ടു xn, yn നമ്മുടെ സ്റ്റാർട്ടിംഗ് പാത്തിലെ സ്റ്റാർട്ടിംഗ് പിക്സലും എൻഡ് പിക്സലും സെയിം ആണെങ്കിൽ ഇതൊരു ക്ലോസ്ഡ് കർവ് അല്ലെങ്കിൽ ക്ലോസ്ഡ് പാത്ത് ആയിരിക്കും. വി ക്യാൻ സ്പെസിഫൈ 4, 8 ഓർ m പാത്ത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ദ അഡ്ജസൻസി സ്പെസിഫൈഡ്. ഓക്കെ, in this figure here the path between the top right and bottom right pixel, top right and bottom right, ഇപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് 8 കണക്റ്റഡ് ആണ്. അവിടെ 8 അഡ്ജസൻസി ആയതുകൊണ്ട് ഈ രണ്ട് ഇതും പിയും ഇത് ക്യൂ ആണെന്നുണ്ടെങ്കിൽ ആ പാത്തിനെ നമുക്ക് 8 പാത്ത് എന്ന് പറയാം. ദെൻ ഈ രണ്ട് കേസിലും ഇത് പിയും ഇത് ക്യൂ ആണെങ്കിൽ അതിനിടയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം എം അഡ്ജസൻസിയാണ്. സോ അതവിടെ ഒരു എം പാത്താണ്. ഓക്കെ, next term is connectivity. Okay, so consider a subset of pixels in an image and it is defined as S. So let S represent a subset of pixels in an image. Then consider 2 pixels P and Q are said to be connected in S. That is, we have to consider 2 pixels P and Q within the subset S, and they are said to be connected if there exists a path between them which consisting entirely of the pixels in S. അതായത് നമുക്കിപ്പോൾ ഇതൊരു ഇമേജാണ്. ഓക്കെ, ദെൻ അതിൽ നിന്ന് നമ്മളൊരു സബ്സെറ്റ് ഓഫ് പിക്സൽസ് മാത്രം കൺസിഡർ ചെയ്യാം. ദാറ്റ് മീൻസ് this pixel, this pixel, this one, this one, this one, this one, and this one, this one, this one. Okay, സബ്സെറ്റ് ഓഫ് പിക്സൽസ് മാത്രം കൺസിഡർ ചെയ്തു. ദെൻ അതിലുള്ള 2 പിക്സൽസ്, ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് പി ആൻഡ് ദിസ് ഈസ് ക്യൂ. ഓക്കെ, അപ്പോൾ അതിലുള്ള 2 പിക്സൽസ് കൺസിഡർ ചെയ്യുമ്പോൾ വി ഹാവ് എ പാത്ത് ബിറ്റ്വീൻ ദീസ് 2 പിക്സൽസ്. പാത്ത് മീൻസ് എന്താണ്? പാത്ത് മീൻസ് ഈ 2 പിക്സൽസിനും ഇടയ്ക്കും ഒരു സീക്വൻസ് ഓഫ് പിക്സൽസ് കാണും വിച്ച് ആർ അഡ്ജസൻറ്റ്, ആൻഡ് ദ സ്റ്റാർട്ടിംഗ് പിക്സൽ ഈസ് പി ആൻഡ് ദ ക്ലോസിംഗ് പിക്സൽ ഈസ് ക്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പിനും ക്യൂവിനും ഇടയ്ക്കൊരു പാത്ത് എക്സിസ്റ്റിംഗ് ആയിരിക്കണം. ആ പാത്തിലുള്ള പിക്സൽസ് എല്ലാം ഈ എസ്സിൽ തന്നെയുള്ള എസ് എന്ന് പറഞ്ഞാൽ ഈ സബ്സെറ്റിൽ തന്നെ ഉള്ളതായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പിനെയും ക്യൂവിനെയും കണക്റ്റഡ് എന്ന് പറയാം. ഓക്കെ, ഒരു സബ്സെറ്റ് ഓഫ് പിക്സൽസ് എടുക്കുക, ആ പിക്സൽസിനകത്തുള്ള ഏതെങ്കിലും 2 പിക്സൽസ് കണക്റ്റഡ് ആകണമെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഡിജിറ്റൽ പാത്ത് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദീസ് 2 പിക്സൽസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൾ പിക്സൽസ് വിച്ച് ഈസ് എൻറ്റയർലി വിത്തിൻ ദ എസ്സിൽ തന്നെയുള്ള പിക്സൽസ് ആയിരിക്കണം.
Then for any pixel P, the set of pixels that are connected to it in S is called a connected component of S. അതായത് നമ്മൾ ഇവിടെ ഓക്കെ അപ്പോൾ ഇതൊരു സബ്സെറ്റാണ്. ഈ റെഡ് കളറിൽ നമ്മൾ നോട്ട് ചെയ്തേക്കുന്നുള്ളൊരു സബ്സെറ്റാണ്. ഈ സബ്സെറ്റിൽ ഒരു പി എന്ന് പറഞ്ഞൊരു പിക്സൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇനി ഈ പി എന്ന് പറയുന്ന പിക്സലുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വേറെ ഏതൊക്കെ പിക്സൽസ് ഉണ്ടോ അതിനെ നമുക്കൊരു കണക്റ്റഡ് കമ്പോണൻറ്റ് എന്ന് പറയാം ഓഫ് എസ്. മനസ്സിലായോ? കൺസിഡർ എ പിക്സൽ പി എന്ന് പറഞ്ഞൊരു പിക്സൽ കൺസിഡർ ചെയ്യുക. ആ പിക്സലുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള, അതായത് ഒരു പാത്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് ഏതൊക്കെ പിക്സൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ പിക്സലുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, ഈ പിക്സലുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, പി ഈസ് കണക്റ്റഡ് ടു ദിസ് പിക്സൽ. അങ്ങനെ ഏതൊക്കെ പിക്സൽസുമായിട്ടാണോ പിക്ക് കണക്ഷൻ ഉള്ളത് അതിനെ നമുക്ക് കണക്റ്റഡ് കമ്പോണൻ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി ഈ പറഞ്ഞ സബ്സെറ്റിൽ ഒരൊറ്റ കണക്റ്റഡ് കമ്പോണൻറ്റ് മാത്രമേ ഉള്ളെങ്കിൽ അതിനർത്ഥം അതിന് ഒരു കണക്റ്റഡ് സെറ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്മൾ ഫസ്റ്റ് പി എടുത്തു, പി എന്ന് പറഞ്ഞൊരു പിക്സൽ എടുത്തു. ആ പിക്സലുമായിട്ട് റിമൈനിങ് എല്ലാ നമുക്കിപ്പോൾ 9 പിക്സൽസ് ചേർന്നാണ് നമ്മളൊരു സബ്സെറ്റായിട്ട് കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൽ പി എന്ന് പറഞ്ഞൊരു പിക്സൽ എടുത്തു. ആ പി എന്ന് പറയുന്ന പിക്സൽസുമായിട്ട് ബാക്കി 8 പിക്സൽസും കണക്റ്റഡ് ആണെങ്കിൽ, ദാറ്റ് മീൻസ് ആ പിയിൽ നിന്ന് റിമൈനിങ് 8 പിക്സൽസിലോട്ടും റീച്ച് ചെയ്യാൻ വേണ്ടി ഒരു പാത്ത് എക്സിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ആ 8 പിക്സൽസിനെ നമുക്കൊരു കണക്റ്റഡ് കമ്പോണൻറ്റ് എന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇപ്പോൾ പി ആ കണക്റ്റഡ് കമ്പോണൻറ്റിൽ പിയും ഇൻക്ലൂഡഡ് ആയിരിക്കും. നെക്സ്റ്റ് ക്യൂ എന്ന് പറഞ്ഞൊരു പിക്സൽ എടുത്തു. ക്യൂവിൽ ആരൊക്കെയാണ് കണക്റ്റഡ് എന്ന് നോക്കാം. അപ്പോൾ ക്യൂവിലും ഈ പറഞ്ഞ റിമൈനിങ് 8 പിക്സൽസും കണക്റ്റഡ് ആണെങ്കിൽ അവിടെ ഒരു കണക്റ്റഡ് കമ്പോണൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ പി എല്ലാ പിക്സൽസുമായിട്ടും കണക്റ്റഡ് ആണെങ്കിൽ അവിടെ ഒരു കണക്റ്റഡ് കമ്പോണൻറ്റ് ഉണ്ട് ഇൻക്ലൂഡിങ് പി. ദെൻ ക്യൂ എല്ലാ പിക്സൽസുമായിട്ട് കണക്റ്റഡ് ഉണ്ടെങ്കിൽ അവിടെ ഒരു കണക്റ്റഡ് കമ്പോണൻറ്റ് ഇൻക്ലൂഡിങ് ക്യൂ. അപ്പോൾ പി എല്ലാവരുമായിട്ടും കണക്റ്റഡ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഓക്കെ, നമ്മൾ പിക്സൽസ് എടുത്തത് ഈ ഇതാണ് ഒരു സബ്സെറ്റ് എസ്. അപ്പോൾ ഈ പിക്സൽസ് നമ്മൾ ജസ്റ്റ് നെയിം കൊടുക്കുകയാണ് 1 2 3 4 5 6 7 8 9. ഓക്കെ, ഇപ്പോൾ 1 എന്ന പിക്സൽ എടുത്തപ്പോൾ 1ഉമായിട്ട് റിമൈനിങ് 8ഉം കണക്റ്റഡ് ആണ്. സോ അതിൻ്റെ കണക്റ്റഡ് കമ്പോണൻറ്റ് നമുക്ക് 1 2 3 4 5 6 7 8 എന്ന് പറയാം. ഓക്കെ, ദിസ് ഈസ് വൺ ഓഫ് ദ കണക്റ്റഡ് കമ്പോണൻറ്റ് ഓഫ് എസ്. ദെൻ 2 എന്ന് പറഞ്ഞ പിക്സൽ എടുത്തപ്പോൾ 2ഉം ബാക്കി എല്ലാവരുമായിട്ടും കണക്റ്റഡ് ആണ്, പാത്ത് എക്സിസ്റ്റിംഗ് ഉണ്ട്. സോ 2ൻ്റെ കണക്റ്റഡ് കമ്പോണൻറ്റ് 1 2 3 4 5 6 7 8. ഇങ്ങനെ ആ സബ്സെറ്റിൽ ഏത് പിക്സൽ എടുത്താലും നമുക്കൊരു കണക്റ്റഡ് കമ്പോണൻറ്റ് കിട്ടും. ആ കണക്റ്റഡ് കമ്പോണൻ്റ് എല്ലാം ഒന്നാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ആ സബ്സെറ്റിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. സോ ഈ സബ്സെറ്റിനെ നമുക്കൊരു കണക്റ്റഡ് സെറ്റ് അല്ലെങ്കിൽ റീജിയൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എല്ലാ കേസിലും ഈ ഒരു സബ്സെറ്റിനെ നമുക്ക് കണക്റ്റഡ് സെറ്റ് അല്ലെങ്കിൽ അതിനകത്ത് ഒരു കമ്പോണൻറ്റേ ഉള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. ചില കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സബ്സെറ്റ് എടുക്കുമ്പോൾ അതിൽ ഒരു പിക്സലിൻ്റെ ആരൊക്കെയായിട്ടാണോ കണക്റ്റഡ് ആയിട്ടുള്ളത് അതായിരിക്കത്തില്ല വേറൊരു പിക്സൽ. നമ്മളൊരു സബ്സെറ്റ് എടുക്കുന്നു, അതിലൊരു പിക്സൽ 1 എന്ന് പറഞ്ഞ പിക്സൽ എടുക്കുന്നു, അയാൾക്ക് ആ സബ്സെറ്റിലുള്ള കുറച്ച് പേരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ദെൻ 2 എന്ന് പറഞ്ഞ പിക്സൽ എടുക്കുമ്പോൾ അയാൾ വേറെ കുറച്ച് പേരുമായിട്ടായിരിക്കും കണക്റ്റഡ് ആയിട്ടുള്ളത്. 3 എടുക്കുമ്പോൾ അവർ വേറെ കുറച്ച് പേരുമായിട്ടായിരിക്കും കണക്റ്റഡ്. സോ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കണക്റ്റഡ് കമ്പോണൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ ഒരു കണക്റ്റഡ് സെറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഒരു സബ്സെറ്റിലെ ഏത് പിക്സൽ എടുത്താലും ആ പിക്സൽസ് റിമൈനിങ് എല്ലാ പിക്സൽസുമായിട്ടും വിത്തിൻ ദാറ്റ് സബ്സെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ അവിടെ ഒരൊറ്റ കണക്റ്റഡ് കമ്പോണൻറ്റ് മാത്രമേ കാണൂ. ഇപ്പോൾ ഒരു സബ്സെറ്റിൽ ഒരു കണക്റ്റഡ് കമ്പോണൻറ്റ് മാത്രമേ ഉള്ളെങ്കിൽ ഫോർ എനി പിക്സൽ പി ഇൻ എസ് ദ സെറ്റ് ഓഫ് പിക്സൽസ് ദാറ്റ് ആർ കണക്റ്റഡ് ടു ഇറ്റ് ഇൻ എസ് ഈസ് കോൾഡ് എ കണക്റ്റഡ് കമ്പോണൻറ്റ് ഓഫ് എസ്. If a subset S consists of only one connected component, then S is said to be connected set. ആ സെറ്റിനെ നമുക്ക് കണക്റ്റഡ് സെറ്റ് എന്ന് പറയാം. അപ്പോൾ കണക്റ്റഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള പിക്സൽസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിരിക്കും? അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടേം ഇസ് റീജിയൻ. ഓക്കെ, സോ നമ്മളിപ്പോൾ കണക്റ്റഡ് സെറ്റിനെ പറ്റി പറഞ്ഞു. കണക്റ്റഡ് സെറ്റ് മീൻസ് അതൊരു സബ്സെറ്റാണ്, അതിനകത്തുള്ള എല്ലാ പിക്സൽസും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് അതിനകത്തൊരു കണക്റ്റഡ് കമ്പോണൻറ്റ് മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെയുള്ള കണക്റ്റഡ് സെറ്റിനെയാണ് നമ്മൾ റീജിയൻ എന്ന് പറയുന്നത്. സോ റീജിയൻ R ഈസ് എ റീജിയൻ വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് പിക്സൽസ് ഇൻ ആൻ ഇമേജ് ആൻഡ് വി കോൾ ദാറ്റ് സബ്സെറ്റ് R ഈസ് എ റീജിയൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഇമേജ് ഇഫ് R ഈസ് എ കണക്റ്റഡ് സെറ്റ്. നമ്മളൊരു ഇമേജിൽ എടുക്കുന്ന സബ്സെറ്റ്സ് ഓഫ് ഈ പിക്സൽസ്
ഓക്കെ, ഒരു സബ്സെറ്റ് എടുക്കുമ്പോൾ അത് കണക്റ്റഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഒരു റീജിയനായിട്ട് പറയാം. ഓക്കെ, ദാറ്റ് മീൻസ് consider a region, consider a subset. This is a subset. If it is consisting of only one connected component, it is a connected set. Okay, and this connected set is termed as regions. Okay, then two regions, നമുക്കൊരു ഇമേജിൽ നമുക്ക് അതുപോലെ ഒരുപാട് റീജൻസ് കാണും. ഓക്കെ, അപ്പം ഒരു റീജിയൻ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കും, പുറത്തുള്ള റീജിയൻസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കത്തില്ല, പാത്ത് കാണില്ല. അപ്പോൾ ഒരു ഇമേജ് എടുക്കുമ്പോൾ അതിൽ ഡിഫറെൻറ്റ് റീജിയൻസ് ഉണ്ടെങ്കിൽ ഇൻ കേസ് ആ റീജിയൻസിൻ്റെ എല്ലാം കൂടെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് എഗെയിൻ ഒരു കണക്റ്റഡ് സെറ്റ് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ we can say that regions are adjacent, otherwise the regions are disjoint. Okay, so two regions Ri and Rj are said to be adjacent if their union forms a connected set. Regions that are not adjacent are said to be disjoint. Then consider an image which contain k disjoint regions Rk, that is k equal to 1 2 up to k. Okay, അപ്പോൾ ഒരു ഇമേജിനകത്ത് k disjoint regions ഉണ്ട്. Disjoint regions means അത് adjacent ആയിട്ടുള്ള regions അല്ല. Then R of U denotes the union of all these k disjoint regions and R of U C denotes its complement. That means complement means എന്താണ്? R of union C means the set of pixels which is not present in R of U. Okay, അതായത് നമുക്കൊരു ഇമേജ് ഉണ്ട്, then it consisting of ഇതൊരു region ആണ്, then ഇതൊരു ഡിഫറെൻറ്റ് റീജിയൻ ആണ്, then ഇതൊരു ഡിഫറെൻറ്റ് റീജിയൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ റീജിയൻസ് എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, ഈ റീജിയൻസ് തമ്മിൽ കണക്റ്റഡ് അല്ല. സോ ദീസ് ആർ ഡിസ്ജോയിൻറ്റ് റീജിയൻസ് എന്ന് പറയാം, ഡിസ്ജോയിൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ പറയുന്ന ഡിസ്ജോയിൻറ്റ് റീജിയൻസിൻ്റെ എല്ലാം കൂടെ യൂണിയൻ, ദിസ് വൺ ആൻഡ് ദിസ് വൺ, അതിനെ നമുക്ക് ആർ ഓഫ് യു എന്ന് ഡിനോട്ട് ചെയ്യാം. ദാറ്റ് മീൻസ് ദി യൂണിയൻ ഓഫ് ഓൾ ഡിസ്ജോയിൻറ്റ് റീജിയൻസ്. ഇതെല്ലാം ഈ നമ്മൾ സർക്കിളിൽ മാർക്ക് ചെയ്തേക്കുന്ന എല്ലാം ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള റീജിയൻസ് ആണ്. ദാറ്റ് ഡിസ്ജോയിൻറ്റ് റീജിയൻസ് മീൻസ് എന്താ? അഡ്ജസൻ്റ് അല്ല മീൻസ് ഈ പറയുന്ന റീജിയൻസ് നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു കണക്റ്റഡ് സെറ്റ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ഡിസ്ജോയിൻറ്റ് റീജിയൻസിൻ്റെ എല്ലാം യൂണിയനെ നമ്മൾ ആർ ഓഫ് യു എന്ന് പറയും. ദെൻ ആർ ഓഫ് യു കോംപ്ലിമെൻറ്റ് മീൻസ് ദ സെറ്റ് ഓഫ് പിക്സൽസ് വിച്ച് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ ആർ ഓഫ് യു. ദാറ്റ് മീൻസ് ഈ പറയുന്നതിലൊന്നും ഇല്ലാത്ത പിക്സൽസ്, ദാറ്റ് മീൻസ് this one, then this one, etc. ഈ പറയുന്ന പിക്സൽസിനെയൊക്കെയാണ് നമുക്ക് ആർ ഓഫ് യൂണിയൻ സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ആർ ഓഫ് യൂണിയൻ സിനെ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ടും അതുപോലെ ആർ ഓഫ് യുവിനെ ഇതിൻ്റെ ഒരു ഫോർഗ്രൗണ്ടായിട്ടും കൺസിഡർ ചെയ്യാം. അതായത് ഒരു ഇമേജ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡിഫറെൻറ്റ് റീജിയൻസ് കാണും. ആ റീജിയൻസിൻ്റെ എല്ലാം കൂടെ കോമ്പിനേഷനെ നമുക്ക് ഫോർഗ്രൗണ്ടായിട്ടും ആ റീജിയൻസിൻ്റെ എല്ലാം കോംപ്ലിമെൻറ്റിനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ടും കൺസിഡർ ചെയ്യാം. Okay, so all the points in RU is defined as foreground and all the points in RUC it's the background of the image. Okay, then അപ്പോൾ നമുക്കൊരു ഫിഗർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് റീജിയൻസ് എന്ന് പറയാം. ഇതെല്ലാം റീജിയൻസ് ആണ്. ഇത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള രീതിയിലും കൺസിഡർ ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ ഫിഗർ നോക്കി. ഈ ഫിഗർ നോക്കുമ്പോൾ ഇതൊരു പർട്ടിക്കുലർ റീജിയനാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു റീജിയൻ്റെ പ്രത്യേകത ഇതിൽ ചില പിക്സൽസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ പിക്സൽസിൻ്റെ നൈബേഴ്സ് എന്ന് പറയുന്നത് ഫോർഗ്രൗണ്ടിലുള്ള പിക്സൽസ് ആയിരിക്കും, ബാക്ക്ഗ്രൗണ്ടിലുള്ള പിക്സൽസ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്കൊരു ആർ ഓഫ് യു ഉണ്ട്. ആർ ഓഫ് യു മീൻസ് ദിസ് വൺ, ഈ വൈറ്റ് കളറിലുള്ളതും അതുപോലെ ഈ ഗ്രീൻ കളറിലുള്ളതുമെല്ലാം നമ്മുടെ ആർ ഓഫ് യു ആണ്. ഇനിയിപ്പോൾ ഈ ആർ ഓഫ് യുണിന് ചില പിക്സൽസിൻ്റെ അഡ്ജസൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ബ്ലാക്ക് കളറിനകത്തുള്ള എല്ലാം ആർ ഓഫ് യൂണിയൻ സി ആണ്, ഇതെല്ലാം ആർ ഓഫ് യു ആണ്. ഇനി സം പിക്സൽസ് ഇൻ ആർ ഓഫ് യു വിച്ച് കൺസിസ്റ്റ് ആർ ഓഫ് യു കോംപ്ലിമെൻറ്റ് ആസ് ദ നൈബേഴ്സ്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഗ്രീൻ കളർ പിക്സൽസിനെ നമുക്ക് ബോർഡർ പിക്സൽസ് എന്ന് പറയാം. ഓക്കെ, ഓർ ബൗണ്ടറി.
The boundary, also called border or contour of a region R, is the set of pixels in a region that have one or more neighbors that are not in R. Okay, the boundary of a region is a set of pixels in the region that are one or more neighbors that are not in R. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഫിഗർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വൈറ്റ് കളറിലുള്ള അതുപോലെ ഗ്രീൻ കളറിലുള്ളയും എല്ലാം ഒരു റീജിയനാണ്. ദെൻ ഇതൊരു കോംപ്ലിമെൻറ്റ് ആർ ഓഫ് യൂണിയൻ സി ആണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന റീജിയനകത്തുള്ള വൈറ്റ് കളർ ഉള്ള പിക്സൽസിൻ്റെ എല്ലാം നൈബേഴ്സ് എന്ന് പറയുന്നത് ഗ്രീൻ കളറിലുള്ളതായിരിക്കും. പക്ഷേ ഈ ഗ്രീൻ കളറിലുള്ള പിക്സൽസിൻ്റെ നമ്പർ ഓഫ് നൈബേഴ്സ് എന്ന് പറയുന്നത് ആരുടെ നൈബേഴ്സ് ആയിരിക്കത്തില്ല, വൈറ്റ് കളറിൻ്റെ നൈബേഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ റീജിയൻ എടുക്കുമ്പോൾ ആ റീജിയനിലെ ചില പിക്സൽസിൻ്റെ നൈബേഴ്സ് ഈ ആറിലായിരിക്കത്തില്ല വരുന്നത്. അപ്പോൾ ഈ വൈറ്റ് കളർ എടുക്കുമ്പോൾ വൈറ്റ് കളർ പിക്സൽസിൻ്റെ എല്ലാ നൈബേഴ്സ് ഗ്രീൻ കളർ അല്ലെങ്കിൽ വൈറ്റ് കളർ തന്നെയായിരിക്കും, അത് ആറിൽ തന്നെ വരുന്നതാണ്. മനസ്സിലായോ? വൈറ്റ് കളർ പിക്സൽസിൻ്റെ നൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഏത് വൈറ്റ് ഓർ ഗ്രീൻ വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ റീജിയൻ ആർ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഗ്രീൻ കളർ റീജിയൻസ്, ഗ്രീൻ കളർ പിക്സൽസിൻ്റെ നൈബേഴ്സ് എന്ന് പറയുന്നത് ഗ്രീൻ കളർ പിക്സൽസും തന്നെയും വരും, അതുപോലെ വൈറ്റ് കളർ പിക്സൽസും വരും, ബട്ട് ഓൾസോ ബ്ലാക്ക് കളർ പിക്സൽസും കൂടെ വരും. അതായത് ആർ ഓഫ് കോംപ്ലിമെൻറ്റിലുള്ള പിക്സൽസ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള പിക്സൽസും വരും. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ഏത് പിക്സൽസിന് നൈബേഴ്സാണോ നമ്മുടെ ആറിൽ ഇല്ലാതെ പുറത്തുള്ള നൈബേഴ്സ് വരുന്നത്, ആ ഒരു പിക്സൽസിനെ നമുക്ക് ബോർഡർ അല്ലെങ്കിൽ ബൗണ്ടറി അല്ലെങ്കിൽ കോണ്ടൂർ എന്ന് പറയാം. ഓക്കെ, സോ boundary means it consisting of a set of pixels in the region that have one or more neighbors that are not in R. Okay, അതിനകത്തുള്ള നൈബേഴ്സ് ആ ആറിലുള്ളതായിരിക്കത്തില്ല. ഓക്കെ, സോ connectivity means consider a subset of pixels and consider two pixels P and Q. If there exists a digital path between them, they are said to be connected. And for any pixel P in S, the number of pixels which are connected to it or forms a connected component. If a subset consisting of only one connected component, that is termed as a connected set. And the region means a connected set is also called a region. In an image which consisting of multiple regions, some cases the union of these multiple regions again forms a connected set. That means the regions are adjacent, otherwise the regions are disjoint. Then if we take the combination of multiple disjoint set, and that is termed as R of U, and R of U complement means the set of pixels which are not in R of U, and that R of U complement means background and R of U means foreground. The last term is distance measures. Here we have to discuss three types of distances. So before that, for consider two pixels PQ, the three pixels PQ and Z with coordinate value P equal to XY, then Q equal to ST and Z equal to VW. 3 pixels consider ചെയ്യാം. Then D is the distance function if D of PQ greater than or equal to 0, then D of P equal to 0 if P equal to Q. Second condition, D of PQ equal to D of QP, and third condition, D of PZ equals less than or equal to D of PQ plus QZ. ഓക്കെ, അതായത് നമ്മൾ 3 പിക്സൽസ് കൺസിഡർ ചെയ്യുമ്പോൾ ആ 3 പിക്സൽസിൻ്റെയും ഒരു ഡിസ്റ്റൻസ് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഡി ഓഫ് പി ക്യു എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, അതുപോലെ ഡി ഓഫ് പി ക്യു ഈക്വൽ ടു 0 ആയിരിക്കണം ഇഫ് പി ഈക്വൽ ടു ക്യൂ. അതുപോലെ ഡിസ്റ്റൻസ് ഫ്രം പി ടു ക്യൂവും ക്യൂ ടു പിയും സെയിം ആയിരിക്കണം. ദെൻ ഡിസ്റ്റൻസ് ഫ്രം പി ടു ഇസെഡ് ഈസ് ഈക്വൽ ടു ഓർ ലെസ് ദാൻ ഡി ഓഫ് പി ക്യൂ പ്ലസ് ഡി ഓഫ് ക്യൂ ഇസെഡ്. ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യാം. ഇനി നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് 3 ടൈപ്സ് ഓഫ് ഡിസ്റ്റൻസിനെ പറ്റിയാണ്. ഫസ്റ്റ് ഈസ് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് കൺസിഡർ 2 പിക്സൽസ് പി ആൻഡ് ക്യൂ ആൻഡ് ദ കോർഡിനേറ്റ്സ് ആർ പി ഈക്വൽ ടു XY, P equal to XY and Q equal to ST. Okay, so the Euclidean distance can be calculated as
x minus s the whole square plus y minus t the whole square, the whole 1 by 2, that is root of x minus x the whole square plus y minus t the whole square equal to Euclidean distance. For example, here this is a point P and this is a point Q. The Euclidean distance means x minus s the whole square, that is this distance. Then y minus t the whole square, that is this distance. Okay, so ഈ രണ്ട് ഡിസ്റ്റൻസ് വാല്യൂവും കൂടെ സ്ക്വയർ ചെയ്ത് സം ചെയ്ത് അതിൻ്റെ റൂട്ട് എടുക്കണം. ആ ഒരു ഡിസ്റ്റൻസിനാണ് നമുക്ക് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് D4 ഡിസ്റ്റൻസ് ഓഫ് സിറ്റി ബ്ലോക്ക് ഡിസ്റ്റൻസ്. D4 ഡിസ്റ്റൻസ് മീൻസ് രണ്ട് പിക്സൽസിനടക്കുള്ള D4 ഡിസ്റ്റൻസ് മീൻസ് അതിൻ്റെ എക്സ് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് പ്ലസ് വൈ വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, സോ കൺസിഡർ ദിസ് ഈസ് എ പോയിൻറ്റ്, ദിസ് 0 is a point. Then consider the 4 neighbors, that is top and bottom, left and middle. അപ്പോൾ അവിടം വരെയുള്ള, അതായത് ഒരു പിക്സൽസിന് അതിൻ്റെ 4 നൈബേഴ്സുമായിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കിപ്പം ഈ ഒരു പിക്സലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ എക്സ് വാല്യൂ സെയിം ആയിരിക്കും, വൈ വാല്യൂവിൽ മാത്രം 1 ഡിഫറൻസ് വരും. സോ ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് പിക്സൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ വൈ വാല്യൂ സെയിം ആണ്, എക്സ് വാല്യൂസിന് മാത്രമാണ് ഡിഫറൻസ്. സോ 1 ഡിഫറൻസേ കാണത്തുള്ളൂ. ഇക്വേഷനെ ബേസ് ചെയ്ത് അവിടുത്തെ ഡിസ്റ്റൻസ് 1 ആണ്. സോ ഹിയർ നമുക്ക് ഈ ഒരു മിഡിൽ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 4 നൈബേഴ്സുമായിട്ടുള്ള D4 ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ദെൻ ഈ ഒരു പൊസിഷനിൽ ഡയഗണലായിട്ട് വരുന്ന പൊസിഷനിലുള്ള പിക്സൽസുമായിട്ടുമെല്ലാം അതിൻ്റെ D4 ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, സോ 4 നൈബേഴ്സുമായിട്ടുള്ള D4 ഡിസ്റ്റൻസ് 4 ആണ്, 1 ആണ്. ദെൻ ഡയഗണൽ ഷേപ്പിൽ വരുന്ന പിക്സൽസുമായിട്ടുള്ള D4 ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, the next is D8 distance, also called as chessboard distance between 2 pixels, is defined as D8 of PQ equal to maximum of x minus x minus y minus t. അതായത് നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മൾ രണ്ട് എക്സ് വാല്യൂവിൻ്റെയും വൈ വാല്യൂവിൻ്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കുക, ദെൻ അതിനെ സ്ക്വയർ ചെയ്ത് സം ചെയ്യുക, ദെൻ ക്യൂബ് സ്ക്വയർ റൂട്ട് എടുക്കുക. രണ്ടാമത്തെ D4 ഡിസ്റ്റൻസിൽ പറഞ്ഞത് എക്സ് വാല്യൂസിൻ്റെ വൈ വാല്യൂസിൻ്റെ ഡിഫറൻസ് എടുത്തിട്ട് അതിനെ സം കണ്ടുപിടിക്കുക. ദെൻ ചെസ് ബോർഡ് അല്ലെങ്കിൽ D8 ഡിസ്റ്റൻസിൽ പറയാൻ നമുക്ക് എക്സ് വാല്യൂ ഡിസ്റ്റൻസും വൈ വാല്യൂ ഡിസ്റ്റൻസും നോക്കിയിട്ട് അതിനകത്ത് ഏതാണോ ബിഗ് അതായിരിക്കും D8 ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഒരു പർട്ടിക്കുലർ പിക്സൽ, ഇത് നമ്മുടെ ഒരു പർട്ടിക്കുലർ പിക്സലാണ് ആൻഡ് ദ D8 ഡിസ്റ്റൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പം ഈ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിൽ വരുന്ന ഡിസ്റ്റൻസ് 1 ആണ്, ഈ 4 ഡയറക്ഷനിൽ വരുന്ന ഡിസ്റ്റൻസ് 1 ആണ്, ഇതും 1 ആണ്, ഇതും 1 ആണ്, ഇതും 1 ആണ്, ഇതും 1 ആണ്. റിമൈനിങ് ഈ ഡയറക്ഷൻസിലെ എല്ലാം പിക്സൽസുമായിട്ട് ഈ സെൻട്രൽ പിക്സൽ കീപ്പ് ചെയ്യുന്ന D8 ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ആണ്. സോ ഈ ഫിഗറിനകത്ത് ഒരു കൺസിഡർ പിക്സൽസ് ആൻഡ് D8 ഡിസ്റ്റൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആവുന്ന കേസ് വരെ ഉള്ള ഏതൊക്കെ പിക്സൽസ് വരാമെന്നാണ് ഇത് പറയുന്നത്. അതായത് നമ്മൾ ഈ മിഡിൽ പിക്സൽ എടുത്തു കഴിഞ്ഞാൽ D8 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരാൻ ചാൻസ് ഉള്ള പിക്സൽസൊക്കെയാണ് ഈ ചുറ്റിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടേംസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പിക്സൽസ്. The first one is neighbors, 4 neighbors, 4 diagonal neighbors, then 8 neighbors. Then second thing is adjacency. Adjacency means we have to take a we have to take intensity set. Then 3 types of adjacency, 4, 8 and M adjacency. 4, 8 adjacency 8 adjacency PQ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ Q adjacent ആയിരിക്കണമെങ്കിൽ ആ Q എന്ന് പറയുന്നത് പിയുടെ 4 നൈബറോ 8 നൈബറോ ആയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ രണ്ടിൻ്റെയും ഇൻറ്റൻസിറ്റി വാല്യൂ സെയിം ആയിരിക്കണം. എം അഡ്ജസൻസി മീൻസ് അവിടെ നമുക്ക് പിയും ക്യൂ എടുക്കുകയാണെങ്കിൽ പിയും ക്യൂവും എം അഡ്ജസൻ്റ് എന്ന് പറയണമെങ്കിൽ ഈ ക്യൂ എന്ന് പറയുന്നത് നമ്മുടെ N4 ഓഫ് പിയിലോ അല്ലെങ്കിൽ N8 പിയിലോ വരുന്നതായിരിക്കണം. ദെൻ ഈ പിൻ്റെയും ക്യൂവിൻ്റെയും കോമൺ നൈബേഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇൻറ്റൻസിറ്റി ലെവൽ വരാൻ പാടില്ല. അതുപോലെ തന്നെ വേറൊരു പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് പിക്സൽസിനിടയ്ക്ക് 8 കണക്റ്റഡ് അല്ലെങ്കിൽ 8 അഡ്ജസൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ പാത്ത് ബിറ്റ്വീൻ ദാറ്റ് 2 പിക്സൽസ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് എം അഡ്ജസൻസി, ഇഫ് 2 പിക്സൽസ് ആർ എം അഡ്ജസൻറ്റ്, ദർ എക്സിസ്റ്റ് ഓൺലി 1 path between this P and Q. Okay. Next is digital path. Consider 2 pixels and if there exists a sequence of pixels in between these 2 pixels which consisting of the values either 0 or 1
ആൻഡ് ദാറ്റ് ഇസ് ടേംഡ് ആസ് എ ഡിജിറ്റൽ പാത്ത്. ഡിജിറ്റൽ പാത്തിൽ സ്റ്റാർട്ടിംഗ് ആളെന്ന് പറഞ്ഞാൽ സോഴ്സും എൻഡിങ് ആളെന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ വേർട്ടെക്സും ആയിരിക്കും. അപ്പോൾ ഈ സോഴ്സും ഡെസ്റ്റിനേഷൻ സെയിം ആണെങ്കിൽ ഇതൊരു ക്ലോസ്ഡ് കർവ് ആയിരിക്കും. അതുപോലെ നമ്മൾ എടുക്കുന്ന ഡിജിറ്റൽ പാത്തിനിടയ്ക്കുള്ള എലമെൻറ്റ്സ് എല്ലാം 4 കണക്റ്റഡോ 8 കണക്റ്റഡോ അല്ലെങ്കിൽ 4 അഡ്ജസൻറ്റോ 8 അഡ്ജസൻറ്റോ അല്ലെങ്കിൽ M അഡ്ജസൻറ്റോ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കിവിടെ ഈ കണക്ടിവിറ്റി അല്ലെങ്കിൽ പാത്ത് എന്ന് പറയുന്നത്, അതായത് നമ്മളൊരു പാത്തിൽ മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് കാണുമല്ലോ, വേർട്സസ് കാണുമല്ലോ, മൾട്ടിപ്പിൾ പിക്സൽസ് കാണുമല്ലോ. അപ്പോൾ ഈ പിക്സൽസ് എല്ലാം ഫോർ അഡ്ജസൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്തിനെ 4 പാത്ത് എന്നോ, അല്ലെങ്കിൽ 8 അഡ്ജസൻ്റ് ആണെങ്കിൽ 8 പാത്ത് എന്നോ, അല്ലെങ്കിൽ M അഡ്ജസൻ്റ് ആണെങ്കിൽ M പാത്ത് എന്നോ ഒക്കെ പറയാം. ദെൻ കണക്ടിവിറ്റി ലാസ്റ്റ്. കണക്ടിവിറ്റി മീൻസ് സബ്സെറ്റ് ഓഫ് പിക്സൽസ് എടുക്കുക, അതിൽ 2 പിക്സൽസ് കണക്റ്റഡ് ആവണമെങ്കിൽ അതിനിടയ്ക്ക് ഒരു പാത്ത് ഉണ്ടായിരിക്കണം. ദെൻ ഓരോ പിക്സലും എടുക്കുമ്പോൾ നമുക്കൊരു കണക്റ്റഡ് കമ്പോണൻറ്റ് കിട്ടും. ഒരൊറ്റ കമ്പോണൻറ്റ് മാത്രം ഒരു സബ്സെറ്റിനുള്ളെങ്കിൽ അതിനെ നമുക്കൊരു കണക്റ്റഡ് സെറ്റ് അല്ലെങ്കിൽ റീജിയൻ എന്ന് പറയാം. Okay, last is background of the region. Okay, this all about the different relationship between the pixels. And finally, thank you.